Hi friends, welcome back to my channel. ഇന്ന് ഞാൻ മജ്ബൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ഈ മജ്ബൂസ് ഉണ്ടാക്കുന്നത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മജ്ബൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തത് 2 സവാള, 2 തക്കാളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. 1/2 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തത്. ചെമ്മീനിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ അരമണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ ഇതിനു വേണ്ടി 2 ഉണങ്ങിയ ചെറുനാരങ്ങയും കുറച്ച് സ്പൈസസും കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട പൊടികൾ 2 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് തനിമരിയാണ് ഞാൻ എടുത്തത്. ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി മജ്ബൂസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി മജ്ബൂസിൽ വേറെ എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല. നന്നായി ചൂടായ എണ്ണയിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. സവാള ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് എടുത്ത് വെച്ചാൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇനി ഈ മസാലയിലേക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ ഫ്രൈ ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ഇതിൻ്റെ സ്പെഷ്യൽ മസാലയായ മജ്ബൂസ് മസാല 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്താൽ മജ്ബൂസിന് നല്ലൊരു മണവും നല്ല രുചിയും ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഈ മസാലയിലേക്ക് ചോറ് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും 2 ഉണങ്ങിയ ചെറുനാരങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ച അരി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് 20 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കാം. അടുപ്പിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ആവി പുറത്ത് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറ് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെമ്മീൻ മജ്ബൂസ് ഇതാ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം.
ഇനിയും ഇതിലും എളുപ്പമുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.